നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവി അന്വേഷിക്കാൻ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ധാരണ. സംസ്ഥാനമാകെ വീശിയടിച്ച പൊതുതരംഗമാണ് പരാജയ കാരണമെങ്കിലും പ്രധാന നേതാക്കൾ മത്സരിച്ച ചില മണ്ഡലങ്ങളിലെ തോൽവിയിൽ പാർട്ടി വോട്ടുകൾ ചോർന്ന സാഹചര്യം അന്വേഷിക്കേണ്ടതുണ്ടെന്ന വിലയിരുത്തലിലാണ് അന്വേഷിക്കാൻ ധാരണയായത്. പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അംഗം വിജയരാഘവൻ മത്സരിച്ച പാലക്കാട്, കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ ശൈലജ മത്സരിച്ച വടകര, തോമസ് ഐസക് മത്സരിച്ച പത്തനംതിട്ട, എളമരം കരീം മത്സരിച്ച കോഴിക്കോട് ഇഞ്ചോടിഞ്ച് മത്സരം കാഴ്ചവെച്ചിട്ടും തോറ്റുപോയ ആറ്റിങ്ങൽ എന്നീ മണ്ഡലങ്ങളിലെ തോൽവിയാണ് CPM അന്വേഷിക്കുക. സംസ്ഥാന കമ്മിറ്റിയിലെ ചർച്ചയ്ക്ക് ശേഷമായിരിക്കും അന്തിമ തീരുമാനം. സിറ്റിംഗ് സീറ്റായ ആലപ്പുഴ മണ്ഡലത്തിലെ തോൽവിയും പരിശോധിക്കണമെന്ന ആവശ്യമുണ്ടെങ്കിലും ഇക്കാര്യത്തിൽ ധാരണയിലെത്തിയിട്ടില്ല. സംസ്ഥാന കമ്മിറ്റിയിലെ ചർച്ചയും നിർദ്ദേശങ്ങളും നോക്കിയ ശേഷമായിരിക്കും ഇക്കാര്യത്തിലും അന്തിമ തീരുമാനത്തിലെത്തുക. പൊതുതരംഗത്തിൻ്റെ ഭാഗമായിട്ടാണ് തോൽവി പിണഞ്ഞതെന്ന് വിലയിരുത്തുമ്പോഴും അതിൻ്റെ കാരണം എന്താണെന്ന കാര്യത്തിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് പഴിയായിരുന്നത് ന്യൂനപക്ഷ വോട്ടുകൾ നഷ്ടമായതും ദേശീയ തെരഞ്ഞെടുപ്പിൽ വോട്ടർമാർ കോൺഗ്രസിൽ കൂടുതൽ വിശ്വാസം അർപ്പിച്ചതും എന്ന് പറഞ്ഞുകൊണ്ടാണ്. പ്രധാന നേതാക്കൾ മത്സരിച്ച മണ്ഡലങ്ങളിലെ തോൽവി പരിശോധിക്കുന്നത് അവ പാർട്ടിയുടെ പ്രധാന ശക്തി കേന്ദ്രങ്ങൾ എന്ന നിലയിലാണ്. M സ്വരാജിനെ പോലുള്ള യുവനേതാക്കളെ ഒഴിവാക്കിയാണ് സുരക്ഷിത മണ്ഡലം എന്ന നിലയിൽ പോളിറ്റ് ബ്യൂറോ അംഗം A വിജയരാഘവനെ പാലക്കാട് സീറ്റിൽ മത്സരിപ്പിച്ചത്. CPM-ന് ഇടതുപക്ഷത്തിനും വ്യക്തമായ രാഷ്ട്രീയ മേധാവിത്വമുള്ള മണ്ഡലമാണ് പാലക്കാട്. 2019 MP രാജേഷ് VK ശ്രീകണ്ഠനോട് തോറ്റെങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതിൻ്റെ കേട് തീർക്കുന്ന വിജയമാണ് ഉണ്ടായത്. എന്നാൽ വിജയരാഘവൻ മത്സരിക്കാനെത്തിയപ്പോൾ ഇതൊന്നും ഫലം കണ്ടില്ല. 3.25 ലക്ഷത്തിൽ പരം വോട്ടിനാണ് വിജയരാഘവൻ ശ്രീകണ്ഠനോട് തോറ്റുപോയത്. പാർട്ടിയിലെ ഏറ്റവും വലിയ ജനകീയ മുഖമെന്ന ധാരണയിലാണ് ശൈലജയെ വടകരയിൽ പരീക്ഷിച്ചത്. 2009 മുതൽ ഇങ്ങോട്ട് ലോക്സഭയിൽ പരാജയപ്പെടുന്ന മണ്ഡലമാണെങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നല്ല രാഷ്ട്രീയ മേധാവിത്വം പുലർത്താനായിരുന്നു. എന്നാൽ വർഗീയ വിഭജനക്കാരടക്കം ചതുരുപായങ്ങളും പയറ്റിയിട്ടും ലക്ഷം കടന്ന ഭൂരിപക്ഷത്തിനാണ് ശൈലജ തോറ്റത്. തെരഞ്ഞെടുപ്പിനൊപ്പം ശൈലജയും ജനപ്രിയതയും പരീക്ഷിക്കപ്പെട്ടതായിരുന്നു വടകരയിലെ മത്സരം. വർഗീയ കാർഡ് ഇറക്കിയെന്ന ആക്ഷേപമുള്ള കോഴിക്കോട് മണ്ഡലത്തിലും ലക്ഷം കടന്ന വോട്ടിനാണ് തോറ്റുപോയത്. പ്രചരണ തന്ത്രവും തെരഞ്ഞെടുത്ത വിഷയങ്ങളും എല്ലാം തെറ്റിയെന്ന വിലയിരുത്തലിലാണ് കോഴിക്കോട്ടെ തോൽവിയും അന്വേഷിക്കുന്നത്. UDF ശക്തി കേന്ദ്രമാണെങ്കിലും തോമസ് ഐസക്കിൻ്റെ സാന്നിധ്യത്തോടെ ജയസാധ്യത കണക്കാക്കിയിരുന്ന മണ്ഡലമായിരുന്നു പത്തനംതിട്ട. ഫലം പുറത്തു വന്നപ്പോൾ പ്രതീക്ഷയെല്ലാം അസ്ഥാനത്താക്കുന്ന വോട്ടിനാണ് തോറ്റത്. പാർട്ടിക്ക് ലഭിക്കേണ്ടിയിരുന്ന 80,000-ൽ പരം വോട്ടുകൾ കിട്ടിയില്ലെന്ന് ഐസക് പരാതിപ്പെട്ടിട്ടുണ്ട്. ഇതുകൂടി കണക്കിലെടുത്താണ് പത്തനംതിട്ടയിലെ തോൽവി പരിശോധിക്കുന്നത്. ഉറച്ച ജയപ്രതീക്ഷയുണ്ടായിരുന്ന മണ്ഡലമെന്ന പരിഗണനയിലാണ് അവിടുത്തെ തോൽവിയും പരിശോധിക്കുന്നത്.